ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ 2026 ജാനുവരി മാസം ഒന്നിച്ചു വരുവാൻ കർത്താവ് നമുക്ക് ഒരവസരം കൂടെ നൽകി തന്നല്ലോ. ഇന്നും നാളെയും ഞായറാഴ്ച ഉച്ചവരെ നമ്മൾ ഒന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. കർത്താവിൻ്റെ വരവ് അടുത്തു. ഇനി എത്ര സമയം നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നമ്മുടെ കർത്താവ് വരാറായി പറയാറുണ്ട്. പക്ഷെ ലോക സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ എത്ര അടുത്തു. ദൈവവചനത്തിൽ കൊടുത്തിരിക്കുന്ന ദൈവം തന്നെ വെളിപ്പെടുത്തിയ തൻ്റെ പ്രോഗ്രാം സ്പഷ്ടമായി എങ്ങനെ നമ്മുടെ മുമ്പ് വെളിപ്പെടുന്നത് നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാം. എതിർ ക്രിസ്തു വെളിപ്പെടാൻ ഇനി കൂടുതൽ സമയമില്ല. ലോകം അവൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. പ്രത്യേകിച്ച് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ സ്വിറ്റ്സർലൻഡിൽ ദാവോസിൽ ലോകത്തിലെ പ്രസിഡൻസും പ്രൈം മിനിസ്റ്റേഴ്സും അധികാരമുള്ളവരും പൈസയുള്ളവരും എല്ലാം ഒന്നിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ന്യൂസിൽ വായിക്കുന്നുണ്ടല്ലോ. ഇനിയും മുന്നോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെ? എല്ലാവരും ചിന്തിക്കുന്ന പ്രയാസപ്പെടുന്ന വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഓരോ നീക്കങ്ങൾ നോക്കിയാൽ ഇനി അടുത്തത് എന്താ? ഇതെല്ലാം നമ്മളെ ബാധിക്കും. നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന വിഷയങ്ങളാണ്. പക്ഷേ ഇതെല്ലാം നടക്കുമ്പോൾ ഈ ദിവസം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ 2 ദിവസം ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ, ഇനി എത്ര സമയം നമുക്കിങ്ങനെ കിട്ടുമെന്ന് അറിയുന്നില്ല. നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. കർത്താവേ, എനിക്ക് നിൻ്റെ ശബ്ദം കേൾക്കണം. ഏത് രീതിയിലാണ് ദൈവം നമ്മളോട് സംസാരിക്കാൻ പോകുന്നതെന്ന് ഞാൻ പോലും അറിയുന്നില്ല. കഴിഞ്ഞ ദിവസം പാസ്റ്റേഴ്സിൻ്റെ കൂടെ ഇരുന്ന് നമുക്ക് വചനം ധ്യാനിക്കാൻ കർത്താവ് സഹായിച്ചു. നമുക്ക് പ്രാർത്ഥനയോടെ 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം അതിൻ്റെ 26 തൊട്ട് 31-ാമത്തെ വാക്യം വരെ നമുക്ക് വായിക്കാം. 1 Corinthians chapter 1, 26-31. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിനു തന്നെ. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ. ഇതിൻ്റെ കൂടെ തന്നെ 2 പത്രോസ് 1-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം, 2 Peter chapter 1 verse 10. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. നമ്മൾ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കാൻ പോകുന്ന വിഷയം എൻ്റെ വിളി, എൻ്റെ തെരഞ്ഞെടുപ്പ്. പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. സർവശക്തനായ ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരോട് സംസാരിക്കും. ശാന്തമായി നമുക്ക് ആ ശബ്ദത്തെ, ആ ദൈവവചനത്തിൻ്റെ ആ ഗൗരവവും അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവാത്മാവ് നമ്മളെ സഹായിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലം നമ്മൾ നോക്കിയാൽ ഈ സമയം കൺവെൻഷൻസ് ഇഷ്ടംപോലെ കേരളത്തിൽ നടക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ കുറച്ച് നമുക്ക് സ്വാധീനമുണ്ട്. ബാക്കി ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ വണ്ടി ഓടിച്ച്
നോർത്ത് ഇന്ത്യ, നോർത്ത് ഈസ്റ്റ്, നേപ്പാൾ, ഓരോ രാജ്യങ്ങളിൽ പോയപ്പം അവിടുത്തെ അന്തരീക്ഷം കണ്ടാൽ നമ്മളിവിടെ എത്ര സുഖമായി ദൈവസന്നിധിയിലിരിക്കുക. അവിടെ വലിയ വലിയ ചർച്ച് ബിൽഡിങ്സ് ഉണ്ട്, നമ്മുടെ തന്നെ ആരാധിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഹാളിൽ ഇങ്ങനെ ആൾക്കാർക്ക് വരാനൊക്കത്തില്ല. പോലീസ് വന്നു, പാസ്റ്ററിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ചോദിച്ചത്, നിങ്ങൾ എന്തുവാ ഇവിടെ നടത്തുന്നത്? ഇങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ ഹാളിൽ ആൾക്കാരെ കൂട്ടാൻ അനുവാദമില്ല. ഞങ്ങളുടെ വണ്ടി തന്നെ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കേണ്ട സ്ഥലങ്ങളുണ്ടായിരുന്നു. സോ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ കർത്താവ് എന്താ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം ഇന്നും നിലനിൽക്കുന്നത്? ഇത് ഇനി എത്ര നാൾ നിലനിൽക്കുമെന്ന് നമ്മൾ ആരും അറിയുന്നില്ല. ഇപ്പം ഇവിടെ ഞങ്ങൾ 2 ദിവസം ഉണ്ടല്ലോ, 2 ദിവസത്തെ ക്ലാസ് ഉണ്ട്. ഛത്തീസ്ഗഡിലൊക്കെ ചെന്നാൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ മാത്രമേ ഉള്ളായിരുന്നു. അവിടെ നമുക്ക് താമസിച്ച് വിശ്വാസികൾക്ക് ക്ലാസ്സസ് എടുക്കാനുള്ള അന്തരീക്ഷം ഇന്നില്ല. അയലക്കത്തിലുള്ള വിശ്വാസികൾക്കും ഒന്നിച്ചു വരാൻ കഴിയുന്നില്ല. വീട്ടിൽ ബൈബിൾ വെക്കാൻ അനുവാദമില്ല. പോലീസ് തന്നെ വന്ന് പറയുക, ഈ പുസ്തകം നിങ്ങൾക്ക് വീട്ടിൽ വെക്കാൻ അനുവാദമില്ല. അങ്ങനത്തെ അന്തരീക്ഷം അവിടെ ആയി. പക്ഷേ കർത്താവിൻ്റെ കൃപ വിശ്വാസികൾ ധൈര്യത്തോട് വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്നുണ്ട്. അവർ ആദ്യമായിട്ട് വിശ്വാസത്തിൽ വന്നവരാ. പാരമ്പര്യം പറയാൻ അവർക്ക് ആർക്കും ഒന്നുമില്ല. എത്ര വില കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ ആകുമ്പോൾ ദൈവം നമ്മളെ ഒന്നിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുമ്പോൾ ഇനിയും അടുത്തത് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുമെന്ന് നമ്മൾക്ക് ആർക്കും പറയാനൊക്കത്തില്ല. സോ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം എന്നോട് എന്താ സംസാരിക്കുന്നത്? ഇവിടെ ഞാൻ ഈ 2 വാക്യങ്ങൾ എടുത്തല്ലോ. 1 കൊരിന്ത്യർ 1:26-31, 2 പത്രോസ് 1:10. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒറ്റ ഒരു വിഷയം, എൻ്റെ വിളി, എൻ്റെ തെരഞ്ഞെടുപ്പ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഞങ്ങൾ കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്നു. ഞങ്ങളുടെ ഒരു ദൈവം ഞങ്ങൾക്ക് ആ ഉത്തരവാദിത്തം തന്നു, ആ വിളി തന്നു, ഞങ്ങൾ വന്നു. വചനത്തിൽ നിന്നല്ലയോ നിങ്ങളോട് സംസാരിക്കുന്നേ. അടുത്ത ആഴ്ച ഞങ്ങൾ പോകും. സർവശക്തൻ എന്നോട് സംസാരിച്ചത് എന്താ? നമുക്ക് വചനം ഇഷ്ടം പോലെ അറിയാം, എത്ര കാര്യങ്ങൾ അറിയാം. ഇപ്പോഴും നമ്മൾ ക്ലാസ്സിന് വന്നപ്പോൾ നമുക്ക് നോട്ട്ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഞാൻ നോട്ട്ബുക്കിൽ ഡേറ്റും ടൈമും പഠിപ്പിക്കുന്ന ആളുടെ പേരും ആ വാക്യവും എഴുതി. എന്തിനാ ഞാനത് എഴുതിയത്? അതിൻ്റെ പുറകിലുള്ള എൻ്റെ ഉദ്ദേശ്യം എന്താ? ഞാൻ ഈ പുസ്തകം എടുത്തുകൊണ്ട് നടക്കുന്നത് എന്തിന്? സർവശക്തൻ്റെ ശബ്ദമായത്, മനുഷ്യൻ എഴുതിയതല്ല. സൃഷ്ടിയെ ഉണ്ടാക്കിയവൻ ഒരു മതത്തിൻ്റെ ഗുരുവല്ല, ഈ സൃഷ്ടിയെ ഉണ്ടാക്കിയവൻ്റെ വാക്കുകളാണ്. ഞാൻ അത്രയും ഗൗരവത്തോടെ ഈ വാക്കുകൾ എടുക്കുന്നുണ്ടോ? കാരണം ഈ വചനം തന്നെയായിരിക്കും എന്നെ ഒരു ദിവസം വിധിക്കുന്നത്. നിത്യ നരകം പറഞ്ഞ് ഒരു സംഭവം ഉണ്ടല്ലോ. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ മടങ്ങി വരുന്ന ഒരു വിഷയം ഇല്ലല്ലോ. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. സോ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം എന്നോടും സംസാരിക്കുന്നത്, നിന്റെ വിളി, നിന്റെ തെരഞ്ഞെടുപ്പ് രണ്ടും രണ്ടാ. അനേകരെ ദൈവം വിളിച്ചിട്ടുണ്ട്, പക്ഷേ വിളി കിട്ടിയവരിൽ ചുരുക്കം ചിലരെയാ ദൈവം തെരഞ്ഞെടുക്കുന്നത്. സോ എന്നെ സർവശക്തനായ ദൈവം വിളിച്ചിരിക്കുമ്പോൾ 1 കൊരിന്ത്യർ 1:26 ഒന്നുകൂടെ വായിക്കാം. 1 Corinthians 1:26. സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ദൈവം എന്നോട് പറയുന്നത്, സഹോദരന്മാരെ നിന്റെ വിളി, നിങ്ങളുടെ വിളി അതിനെ ഒന്ന് നോക്കൂ. ഇന്ന് രാവിലെ സമയം ദൈവം നമ്മളോട് പറയുന്ന വിഷയം ഇതാ, നിന്റെ വിളി. എനിക്ക് ആ പ്രാഗൽഭ്യമുണ്ടോ, ആ ഉറപ്പുണ്ടോ? ഇന്ന് രാവിലെ ഞാൻ ഇവിടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവമില്ല നമ്മളെ എല്ലാവരെയും കൊണ്ടുവന്നത്. എന്നോട് സർവശക്തൻ പറയുന്ന ഒരു വിഷയം, നിന്റെ വിളി.
ഞാൻ അതിനല്ലയോ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഞാനൊരു എക്സാമ്പിൾ, ഉദാഹരണം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കില്ലേ, പക്ഷെ ഒരു യാഥാർത്ഥ്യം പറയുക. നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്, നല്ലപോലെ പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കേണ്ട എന്നല്ല. പക്ഷേ എത്ര പഠിച്ചാലും എത്ര ഡിഗ്രി കിട്ടിയാലും ഇതിൻ്റെ അന്ത്യം എന്താ? മറ്റവൻ്റെ ആരായിത്തീരും? പറഞ്ഞേ, മറ്റവരുടെ അടിമയാ. മറ്റവർക്ക് വേണ്ടി പണി ചെയ്യാനാ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത്. ഒന്ന് ചിന്തിച്ചേ, യാഥാർത്ഥ്യമാണോ? എത്ര നല്ല പഠിത്തം കിട്ടിയാലും മറ്റവൻ്റെ ആരാ? അടിമയാ. ഇന്ന് ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങൾ കാനഡ പോകണം, അമേരിക്ക പോകണം, ലോകം. അവിടെ പോയി എന്ത് പണിയാ? അടിമപ്പണി അല്ലെങ്കിൽ വേറെ എന്താ? ഇത് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ഗൂഗിളിൽ പോയി ജോലി കിട്ടി, ഗൂഗിളിൻ്റെ അടിമയാ. അവർ പറയുന്ന പോലെ ചെയ്തോണം. അവർ കോടിക്കണക്കിന് പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചില്ലറ പൈസ തരും. നമുക്കത് മതി. ആ ചില്ലറയ്ക്ക് വേണ്ടി നമ്മൾ നമ്മുടെ മക്കളെ പഠിക്കടാ എന്നാ പറയുന്നത്. പഠിക്കണ്ട എന്നല്ല, നമ്മൾ ഈ ബാക്കി കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതിനായിരുന്നു? അതാ വിഷയം. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് ഏത് വിഷയത്തിനാ? സർവശക്തൻ ഇവിടെ പറയുന്നത് നിന്റെ വിളി. എന്നെ ദൈവം വിളിച്ചത് എന്തിന്? ആ വാക്യം തന്നെ താഴെ വായിച്ചേ, 26. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. 27. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. സോ ഇവിടെ ആ വാക്കുകൾ, ദൈവം പറയുന്ന ആ ഓരോ വാക്കിൻ്റെ ഗൗരവം, നിന്റെ വിളി, നിന്റെ തെരഞ്ഞെടുപ്പ്. എന്നെക്കാട്ടും അല്ലെ നമ്മൾ നമ്മളെക്കാട്ടും ജ്ഞാനമുള്ളവർ വെളിയിൽ നിൽക്കുക. നമ്മളെക്കാട്ടും ജ്ഞാനമുണ്ട്, അവർക്ക് അറിവുണ്ട്, അവരുടെ കയ്യിൽ ധനമുണ്ട്. കുലീനന്മാർ പറഞ്ഞാൽ അവരുടെ നടപ്പും എല്ലാം നമ്മളെക്കാട്ടും നല്ല നടപ്പുള്ളവർ. വെളിയിൽ നിൽക്കുന്നത് പഠിത്തമില്ലാത്തവരല്ല, നമ്മളെക്കാട്ടും ജ്ഞാനം, ധനം, കുലീനന്മാർ, ബലവാന്മാർ. ദൈവത്തിന് വേണമെങ്കിൽ നമ്മളെ ഒന്ന് മാറ്റി അവരെ കൊണ്ടൊന്ന് ഇരുത്താൻ, അംബാനിയെ ഇരുത്താൻ, അല്ലെങ്കിൽ അഡാനിയെ ഇരുത്താൻ, അല്ലെങ്കിൽ തൃശ്ശൂരിലെ കലക്ടറിനെ അല്ലെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെ കൊണ്ട് നിർത്താൻ ദൈവത്തിന് ഒത്തിരി ബന്ധപ്പാടുള്ള കാര്യമല്ല. അവരുടെ പൈസയുണ്ട്, അധികാരമുണ്ട്, ബലമുണ്ട്, ജ്ഞാനമുണ്ട്, എല്ലാമുണ്ട്. അതാ ദൈവം എന്നോട് ഇന്ന് രാവിലെ സംസാരിക്കുന്നത്. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത് നിന്റെ ജ്ഞാനം കാരണമല്ല, നിന്റെ ബലം കാരണമല്ല. എൻ്റെ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ അത് ഓർത്തിട്ട് വേണം ഇരിക്കാൻ. എൻ്റെ സന്നിധിയിൽ നിന്ന് എനിക്ക് ഇരിക്കുവാൻ ഒരു അർഹതയും ഇല്ല. എനിക്ക് വേണമെങ്കിൽ അവരെ കൊണ്ടുവരാം. ചിന്തിച്ചു നോക്കിക്കേ, അഥവാ അവരെ ദൈവം കൊണ്ടുവരുവാണെങ്കിൽ നമുക്കിവിടെ ഇരിക്കാൻ സ്ഥാനം കിട്ടുമോ? ഒന്ന് ചിന്തിച്ചേ.
മുഖ്യമന്ത്രി ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ദൈവം പദ്ധതി ഇട്ടാൽ നമ്മൾ പോയി അപേക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം അദ്ദേഹം എവിടെയായിരുന്നാലും സർവശക്തനായ ദൈവം അകത്തൊരു ചിന്ത ഇട്ടാൽ മതി തൃശ്ശൂരിൽ വന്നിരിക്കാൻ. ഇവിടെ വന്ന് താഴെ ഇരിക്കും, സ്റ്റേജും വേണ്ട. ദൈവത്തിന് വിളിക്കാം, ദൈവത്തിന് കൊണ്ടുവരാം. കേരളത്തിലെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിനെ ദൈവത്തിന് ഇപ്പം കൊണ്ടുവരാം, ഇൻസ്പെക്ടർ ജനറലിനെ കൊണ്ടുവരാം. ദൈവം കണ്ണിട്ടോ ആ വ്യക്തിയെ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. അവരെ ആരെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല, അവരെ വെളി നിർത്തിയേക്കുക. ധനമില്ലാത്തവർ, ജ്ഞാനമില്ലാത്തവർ, പോഷന്മാരെ ദൈവം എന്തോ ചെയ്തു ഇല്ലേ? നമ്മൾ ഈ വചനം നോക്കിയാൽ നമ്മൾ ഇരിക്കുന്നവർ ആരാ? വായിച്ചേ, വചനം എന്തുവാ പറയുന്നേ? അതിൻ്റെ 27. എൻ്റെ വാക്കുകളല്ല, സർവശക്തൻ എന്തുവാ പറയുന്നേ? ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. നമ്മൾ ഇരിക്കുന്നവര് നമ്മൾ ആരാ? സ്വീകരിക്കാൻ കഴിയുമോ? ഈ ജ്ഞാനികളും ധനവാന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ, അവർ വെളിയിൽ നിന്ന് നമ്മളെ നോക്കിയാൽ അവരെന്തോ പറയും? ഈ ഇരിക്കുന്നവരാര്? പറഞ്ഞേ. അവരൊന്ന് അംബാനി ആയിക്കട്ടെ, അല്ലെ ലുലു മോളുടെ ഉടമസ്ഥൻ വന്നാൽ വെളിയിൽ നിന്നിട്ട് അദ്ദേഹം അകത്ത് നോക്കിയാൽ, നമ്മളെ ഓരോരുത്തരെയും നോക്കിയാൽ അദ്ദേഹം എന്തോ ആയിരിക്കും പറയുന്നത്? ഇത് ഭോഷന്മാരാ, ഇവിടെ പൈസ പോലും ഇല്ല, ഇവർക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ലല്ലോ, നമുക്കെന്തോ ഉണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളുടെ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഞാൻ ഒരു പാസ്റ്ററാ. അഡാനിയുടെ മുമ്പേ ചെന്ന് ഞാൻ പറയാം ഞാൻ പാസ്റ്ററാന്ന് പുള്ളിക്കാൻ പറയുമെങ്കിൽ ഹൂ? നിങ്ങളുടെ ഇടയ്ക്ക് എനിക്ക് പറയാം ഞാനൊരു കർത്താവിൻ്റെ ദാസനാ. പക്ഷെ അംബാനിയുടെ മുമ്പേ നിന്നാൽ ഒരു വിലയുമില്ല. ലോകം നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ആരാ? പോഷന്മാർ. അതുകൊണ്ട് നമ്മൾ അത്രയും താഴ്മയോട് വേണം ദൈവസന്നിധിയിലായിരിക്കേണ്ടത്. സർവശക്തൻ പറയുന്നത് ഞാൻ ഭോഷന്മാരെയാ തിരഞ്ഞെടുത്തത്. അടുത്തത് എന്തോ? ഭോഷന്മാർ മാത്രമല്ല, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ബലഹീനമായവരെ തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. സോ ഇവിടെ എൻ്റെ വിളി ദൈവം തിരഞ്ഞെടുത്തതാ. പക്ഷെ ഒരു ചോദ്യം, എന്നെ തിരഞ്ഞെടുത്തത് എന്തിന്? അതാ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കാൻ. നിന്റെ വിളിയെ ഒന്ന് ഓർത്തേ. ഞാൻ എത്ര ബന്ധപ്പെട്ടാലും ഇവരുടെ കയ്യിലുള്ള ധനം പോലും ധനം എനിക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. ഞാൻ എത്ര ബന്ധപ്പെട്ടാലും എൻ്റെ ബാങ്ക് അക്കൗണ്ട് നോക്കിയാൽ എത്ര പൈസ കാണും? ഇന്ന് നമ്മൾ ഈ മീറ്റിങ്ങിന് വേണ്ടി അഥവാ ഒരു സ്തോത്രാഴ്ച എടുക്കുകയാണെങ്കിൽ പാസ്റ്ററെ എത്ര കിട്ടും? ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചോദിക്കുക. ഈ മീറ്റിങ്ങിന് വേണ്ടി നമ്മളൊരു സ്തോത്രാഴ്ച എടുത്തു, 1 ലക്ഷം കിട്ടുമോ? പറഞ്ഞാട്ടെ, ബൈബിൾ ക്ലാസ്സാ. 50,000 കിട്ടുമോ? 10,000 കിട്ടുമോ? പക്ഷെ അതേസമയം അംബാനി അല്ലെങ്കിൽ അഡാനി ഉണ്ടെങ്കിൽ എത്ര കിട്ടും? അദ്ദേഹം പറയും പാസ്റ്ററെ സ്തോത്രാഴ്ച എടുക്കണ്ട, ഞാൻ ചെക്ക് തരാം. എത്ര കോടിയാ വേണ്ടിയത്? അവരുടെ ധനമുണ്ട്, അവരുടെ ജ്ഞാനമുണ്ട്, നമ്മളെക്കാട്ടും നല്ല അറിവുണ്ട്. അവരെ ലജ്ജിപ്പിപ്പാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്തതാ. പക്ഷെ അവിടെ വരുന്ന ഒരു ചോദ്യം, എന്നെ കണ്ട് ഈ ധനവാൻ അല്ലെങ്കിൽ ഈ ജ്ഞാനമുള്ളവൻ എങ്ങനെ ലജ്ജ വരുന്നേ? എന്നെ കണ്ട് അംബാനിക്ക് എങ്ങനെ ലജ്ജ വരുന്നേ? നമ്മളൊക്കെ ദൈവവചനമാ. എന്നെ കാണുമ്പോൾ കലക്ടർ തന്നെ എഴുന്നേറ്റ് നിൽക്കേണ്ടിയതാ, മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിൽക്കേണ്ടിയതാ. ജ്ഞാനികൾ നമ്മളെ കാണുമ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കേണ്ട, അവരെ ലജ്ജിപ്പിപ്പാൻ
സർവജ്ഞാനി സർവശക്തനായ ദൈവം എന്നെ തിരഞ്ഞെടുത്തതാ. അതാ എൻ്റെ വിളി. അതിനാ എന്നെ തിരഞ്ഞെടുത്തത്. അവരെ ലജ്ജിപ്പിപ്പാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് ഇതിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുമാറാകട്ടെ. എൻ്റെ പൈസയില്ല, എനിക്ക് നല്ല വസ്ത്രമില്ല, എനിക്ക് ലോകത്തിൻ്റെ ജ്ഞാനം അനുസരിച്ചുള്ള ജ്ഞാനം എനിക്കില്ല. പക്ഷെ എന്നെ കാണുമ്പോൾ ഇതെല്ലാം ഉള്ളവൻ അവൻ ലജ്ജിക്കേണ്ടതാ. ഈ അംബാനി അഡാനിക്കൊക്കെ ലജ്ജ എങ്ങനെ വരുന്നേ? എന്നെ കാണുമ്പോൾ അവരെങ്ങനെ ലജ്ജിക്കും? അവരുടെ എല്ലാം ഉണ്ടല്ലോ. ഇന്ന് വിശ്വാസികൾ അവരുടെ വിളി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന, കർത്താവെ എന്നെ അനുഗ്രഹിക്കണം, നല്ല വണ്ടി കിട്ടണം, നല്ല ജോലി കിട്ടണം, നല്ല വീട് കിട്ടണം. ചിലപ്പോൾ ഇതൊക്കെ കിട്ടിയാൽ അവർക്ക് ലജ്ജ വരും. നമ്മൾ എത്ര കോടി ഉണ്ടാക്കിയാലും ഇവരുടെ അടുത്ത് എത്തുമോ? എത്ര കോടി ഉണ്ടാക്കിയാലും, എത്ര വലിയ വീടുണ്ടാക്കിയാലും ഇവർ ഉണ്ടാക്കിയ വീട് പോലത്തെ വീടുണ്ടാക്കാൻ കഴിയുമോ? ദൈവം എത്ര അനുഗ്രഹിച്ചാലും ഇവരുടെ പോലുള്ള ഹെലികോപ്റ്ററും പ്ലെയിൻ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുമോ? ഞാൻ അധ്വാനിച്ച് മാക്സിമം ഒരു മെഴ്സിഡീസ് വാങ്ങിക്കാൻ അവൻ്റെ കയ്യിൽ പ്ലെയിനാ. അംബാനിയുടെ വീട്ടിൽ കൂലിക്കാർ വീട് നോക്കാൻ തന്നെ 600 പേരാ. ഞാൻ എവിടെ അവരുടെ തുല്യമാകാം? പക്ഷെ എന്നെ തെരഞ്ഞെടുത്തത്, എന്നെ കാണുമ്പോൾ ഇവർ പറയേണ്ടിയത് ഞങ്ങളുടെ ധനം കൊണ്ട് പ്രയോജനം എന്താ, ഞങ്ങളുടെ ജ്ഞാനം കൊണ്ട് പ്രയോജനം എന്താ? ഇവരെ ഒന്ന് നോക്കിക്കേ, ഇവരുടെ നടപ്പ് നോക്കിക്കേ, ഈ വ്യക്തിയുടെ ചിന്തയൊന്ന് നോക്കിക്കേ. എൻ്റെ ചിന്ത എന്താ? ഞാൻ ചെന്ന് കളക്ടറിനെ കാണുമ്പോൾ ഞാൻ നിന്നോളാം സാറേ, ഞാനൊരു അപേക്ഷ എടുത്താണ് വന്നേക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡർ വന്നാൽ നമ്മൾ എവിടെ നിർത്തും? ഇന്നത്തെ കാലം നോക്കിയാൽ നമ്മൾ സ്റ്റേജിൽ കൊണ്ടുവന്ന് ഇരുത്തും. പക്ഷേ എൻ്റെ കയ്യിലുള്ള വചനം പറയുന്നത്, സർവശക്തൻ എന്നോട് പറഞ്ഞ, നിന്റെ വിളിയൊന്ന് നോക്കിക്കേ. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതാ, ഞാൻ അവന്മാരെ അല്ല തെരഞ്ഞെടുത്തത്. എനിക്ക് തെരഞ്ഞെടുക്കാം, അവരുടെ എല്ലാം ഉണ്ട്. നിന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത് നിന്നെ കാണുമ്പോൾ ഇവർക്ക് ലജ്ജ വരണം. ഇവർക്ക് ആ ലജ്ജ വരണമെങ്കിൽ എൻ്റെ നടപ്പാ ഇവരുടെ മുമ്പേ വെളിപ്പെടേണ്ടത്. എൻ്റെ ചിന്ത, ഞാൻ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്? നമ്മൾ പറയാറുണ്ടല്ലോ, ഞാൻ ഒരു ദൈവ പൈതല. ദൈവ പൈതൽ മാത്രമല്ല, ഞാൻ ദൈവത്തിൻ്റെ ആലയം. ദൈവാലയം മാത്രമല്ല, ഞാൻ ദൈവത്തിൻ്റെ അവകാശിയാണ്. ഈ വാക്കുകളെല്ലാം പറയുന്നുണ്ടെങ്കിൽ എൻ്റെ നടപ്പ്, എൻ്റെ ചിന്ത, എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ എന്തുവാ ചിന്തിക്കുന്നത്? ഞാൻ എന്തിനാ ഭാരപ്പെടുന്നത്? അതിൻ്റെ കാരണമുണ്ട്. ഞാൻ എൻ്റെ വിളിയെ ഇതുവരെ എന്തോ ചെയ്തിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. എന്നെ വിളിച്ചവൻ ആര്? എത്ര ഉയർന്ന വിളിയാ സർവശക്തനായ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞ ആ ഉദാഹരണം, മോനെ നല്ലപോലെ പഠിക്ക്, നല്ല മാർക്ക് കിട്ടണം. എന്തിന്? നാളെ നീ ഒരു വേലക്കാരനായി തീരണം. ആരുടെ വേലക്കാരൻ? ഗൂഗിളും മൈക്രോസോഫ്റ്റും ആമസോണിൻ്റെ. അവരുടെ കൂലിപ്പണി ചെയ്താൽ മതി. അവർ തരുന്ന ആ പിച്ച കാശ്, ആ ചില്ലറ, അത് മതിന്ന്. അതാ നമ്മുടെ അനുഗ്രഹം. അതാ ഇന്ന് ആൾക്കാർ ചിന്തിക്കുന്നത്. നമ്മൾ ജോലി ചെയ്യണ്ടെന്നല്ല, ഞാൻ ദൈവത്തിൻ്റെ ആലയമായത്, സർവശക്തൻ വസിക്കുന്ന ഒരാലയമായത്. കൃപയാൽ കൃപയാൽ. കഴിഞ്ഞ ദിവസം നിങ്ങൾ ന്യൂസിൽ കണ്ടു കാണുമല്ലോ, അയോധ്യയിൽ ആ മന്ദിരത്തിൻ്റെ പണി കഴിഞ്ഞു.
ആ പണി കഴിഞ്ഞപ്പം അതിൻ്റെ സൈനായി, അതിൻ്റെ സിമ്പിൾ എന്തുമായിരുന്നു? അതിൻ്റെ മേളിൽ കൊടി ഉയർത്തി. ആ കൊടി ഉയർത്താൻ വേണ്ടി ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും ബാക്കി ഒത്തിരി ആൾക്കാർ അയോധ്യയിലുണ്ടായിരുന്നു. നിങ്ങൾ ആ ദൃശ്യം കാണണമായിരുന്നു. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇങ്ങനെ കൈകൂപ്പി കരയുക. കാരണം എല്ലാ ഹിന്ദുക്കളുടെ ഹൃദയത്തിൻ്റെ ആഴമുള്ള ഒരു ആഗ്രഹമായിരുന്നു, ഇന്ത്യയിൽ ഞങ്ങൾക്ക് ഒരു മന്ദിരം വേണം, അയോധ്യയിൽ ഒരു മന്ദിരം വേണം. ആ മന്ദിരത്തിൻ്റെ പണി തീർന്നു, കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക. അവൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചല്ലോ. ആ ചിത്രം കാണുമ്പോൾ എൻ്റെയും കണ്ണ് നിറയുന്നുണ്ട്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആ കൊടി ഉയർത്തുമ്പോൾ കരയുക. ഞാൻ എന്തിനാ കരയുന്നേ? അയോഗ്യനായ എന്നെ സർവശക്തനായ ദൈവം തൻ്റെ ആലയമാക്കി തീർത്തല്ലോ. ഇതിനെക്കാട്ടും വലിയ അനുഗ്രഹം വല്ലതുമുണ്ടോ? എൻ്റെ വിളി, എൻ്റെ തെരഞ്ഞെടുപ്പ്, എൻ്റെ അടുത്ത് എനിക്ക് ജ്ഞാനമില്ല, എനിക്ക് ധനമില്ല, പക്ഷേ ഈ മൺകൂടാരത്തിലല്ലയോ സർവശക്തനായ ദൈവം വസിക്കുന്നത്. യാഥാർത്ഥ്യമാണോ അതോ ഇത് ചിന്തയാണോ? ഇന്ന് രാവിലെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കുമ്പോൾ നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടതാണ്. നോട്ട്ബുക്കിൽ എഴുതാനുള്ള പോയിന്റ്സ് അല്ല, എൻ്റെ നടപ്പ്, എന്നെ കാണുന്നവർ, എൻ്റെ ബന്ധക്കാർ. വായിച്ച് 1 കൊരിന്ത്യർ 10:31. 1 Corinthians 10:31. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. ഒന്നുകൂടെ വായിച്ചേ. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. സോ നമ്മൾ ഈ വാക്യം വായിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സ്പഷ്ടമായി പറയുന്നത്, ഞാൻ എന്ത് ചെയ്താലും ദൈവനാമത്തിൻ്റെ മഹത്വം. ഇംഗ്ലീഷിൽ ഞാൻ വായിക്കുമ്പോൾ whether therefore ye eat or drink or whatsoever ye do all to the glory of God. ദൈവനാമത്തിൻ്റെ മഹത്വം നമ്മൾ പറയുമ്പോൾ ആ മഹത്വത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടുണ്ടോ? മഹത്വം പറഞ്ഞാൽ എന്താ? നമ്മൾ പ്രാർത്ഥനയിലൊക്കെ വന്ന് നമ്മൾ പറയുന്നുണ്ട്, കർത്താവേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, എല്ലാം പറയുന്നുണ്ട്. പക്ഷെ ആ വാക്കിൻ്റെ ആഴം എന്താ? എന്നെ കാണുന്നവർ ദൈവത്തിൻ്റെ ആ തേജസ്സാ കാണേണ്ടത്. തേജസ് പറയുമ്പോൾ അതിനൊരു വാക്ക്, റോമർ 11-ാമത്തെ അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 11:33. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിന്റെ മനസ്സ് അറിഞ്ഞവൻ ആർ? അവന് മന്ത്രിയായിരുന്നവൻ ആർ? അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആർ? സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. സോ ഇവിടെ 33 ഒരു വാക്കുണ്ട്, ഒന്നുകൂടെ വായിക്കാമോ? ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. സോ ഇംഗ്ലീഷിലാണെങ്കിൽ ഓ, മലയാളത്തിലാണെങ്കിൽ ഹാ. ഈ ഹാ വാക്കിന്റെ അർത്ഥം എന്താ? ഇംഗ്ലീഷിലാണെങ്കിൽ ഓ, നിങ്ങൾ പറഞ്ഞേ, ഹാന്റെ അർത്ഥം എന്താ? ഹിന്ദിയിലാണെങ്കിൽ ആഹാ. ഹാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ പറഞ്ഞേ. ക്ലാസ്സാ. പറഞ്ഞേ. ദൈവത്തിന്റെ ആത്മാവ് എഴുതിയ വാക്കാ. പറഞ്ഞാൽ നമുക്ക് വാക്കുകൾ ഇല്ല, ചിന്തിക്കാൻ പോലും നമുക്ക്
അത് പറയാൻ നമ്മുടെ കയ്യിൽ എന്തോ ഇല്ല. ആഹാ അല്ലെങ്കിൽ ഹാ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഓരോ പ്രവൃത്തികൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ വാ തുറന്നിരിക്കുക. ആശ്ചര്യമായ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ലല്ലോ. അങ്ങനെ തന്നെ ഇല്ലയോ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്? എന്നെ കാണുമ്പോൾ അംബാനി ആയിക്കോട്ടെ, അഡാനി ആയിക്കോട്ടെ, ധനമുള്ളവൻ ആരായിക്കോട്ടെ, ജ്ഞാനമുള്ളവൻ ആരായിക്കോട്ടെ, അവർ നമ്മളെ നോക്കുമ്പോൾ പറയേണ്ടത് എന്താ? ഹാ, ഈ വ്യക്തിയെ ഒന്ന് നോക്കിക്കേ. ഇവന്റെ കയ്യിൽ ധനമില്ല, ഇവന്റെ വസ്ത്രവും നല്ല വസ്ത്രമല്ല, പക്ഷെ ഇവന്റെ നടപ്പം നോക്കിക്കേ. ഇങ്ങനത്തെ വ്യക്തികളും ഈ ഭൂമിയിൽ ഉണ്ടോ? അതെന്താ അങ്ങനെ പറയുന്നത്? ഇങ്ങനത്തെ ഒരു വ്യക്തി പറയുമ്പോൾ അവൻ ദൈവത്തിൻ്റെ ആലയമാ. ഇത് വാക്കുകളല്ല, ഇതൊരു യാഥാർത്ഥ്യമാണോ എന്ന് രാവിലെ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചേ, ധ്യാനിച്ചേ. എൻ്റെ കൂടെ സർവശക്തൻ വസിക്കുന്നുണ്ടോ? അതൊരു ചിന്തയാണോ അതോ യാഥാർത്ഥ്യമാണോ? ഞാൻ ആരുടെ ആലയം? ഈ സൃഷ്ടിയെ ഉണ്ടാക്കിയവൻ ഈ മൺകൂടാരത്തിൽ ഈ നിമിഷമുണ്ടോ? നമ്മുടെ മധ്യത്തിലുണ്ടോ? ചിന്തയാണോ, തോന്നലാണോ, അതോ യാഥാർത്ഥ്യമാണോ? എന്നെ ഇന്ന് രാവിലെ ഇവിടെ കൊണ്ടുവന്നത് ആര്? എന്നോട് സംസാരിക്കുന്നത് ആര്? എൻ്റെ കയ്യിലുള്ളത് ഇത് ആരുടെ ശബ്ദമാ? ഇത് ബൈബിൾ സൊസൈറ്റി എഴുതിയതാണോ അതോ സകല സൃഷ്ടിയെ ഉണ്ടാക്കിയവൻ നിത്യനായ ദൈവത്തിൻ്റെ വാക്കുകളാണോ? ആ ദൈവമായി എന്നോട് ഇന്ന് രാവിലെ സംസാരിക്കുന്നത്. നിന്റെ വിളി, നിന്റെ തെരഞ്ഞെടുപ്പ്, അതിനെ ഒന്ന് ഓർത്താ മതി. ബാക്കി കാര്യങ്ങൾ നീ വിട്. നീ എന്തിനാ ഭാരപ്പെടുന്നത്? നീ എന്തിനാ വ്യാകുലപ്പെടുന്നത്? ഈ മൺകൂടാരത്തെ ഞാൻ എൻ്റെ ആലയമാക്കി തീർത്തോ? ഒന്ന് ചിന്തിച്ചേ. എൻ്റെ നടപ്പ് എൻ്റെ ബന്ധക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ വാക്കുകളല്ല, എൻ്റെ നടപ്പ്. അവർ എൻ്റെ നടപ്പും പ്രവൃത്തികൾ കണ്ട് ആശ്ചര്യപ്പെടുന്നുണ്ടോ? അവർ ആശ്ചര്യപ്പെടാനില്ലയോ? സർവശക്തൻ എന്നെ തിരഞ്ഞെടുത്തത്. നീ തിന്നാലും കുടിച്ചാലും എന്തോ ചെയ്താലും ഞാൻ നിന്നെ ഉണ്ടാക്കിയത് നിന്നെ കാണുന്നവൻ എൻ്റെ തേജസ് കാണാനാ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കുറച്ച് സമയം നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാം. നമ്മൾ ഒത്തിരി വചനം പഠിച്ചവരാ. നമ്മുടെ കയ്യിലുള്ള വേദപുസ്തകത്തിൽ ഒത്തിരി വാക്യങ്ങൾ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നോട്ട്ബുക്കിൽ ഒത്തിരി വാക്യങ്ങളും ഒത്തിരി പോയിന്റുകൾ എഴുതിയിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ ക്ലാസ് അടുത്ത നോട്ട്ബുക്കിൽ കുറെ പോയിന്റുകൾ എഴുതാനല്ല, എൻ്റെ നടപ്പ്. ഹല്ലേലൂയ. നമുക്ക് സംസാരിക്കാം. സർവശക്തനായ ദൈവത്തോട് നമുക്ക് സംസാരിക്കാം. ഇത് ഞാൻ എഴുതിയ ഒരു പുസ്തകമല്ല. എൻ്റെ വിളി, എൻ്റെ തെരഞ്ഞെടുപ്പ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ വരവടുത്തു. ലോകമനുഷ്യരുടെ കയ്യിൽ അധികാരമുണ്ട്, അവരുടെ പൈസയുണ്ട്, അവരുടെ ജ്ഞാനമുണ്ട്. അവരെക്കാട്ടും എത്ര അനുഗ്രഹിക്കപ്പെട്ടവനാ ഞാൻ. എൻ്റെ കൂടെ വസിക്കുന്നവൻ സകല സൃഷ്ടിയെ ഉണ്ടാക്കിയവനാ. ഹല്ലേലൂയ. എൻ്റെ നടപ്പ് കണ്ട് ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ഹല്ലേലൂയ.
നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ലക്ഷ്യം എന്താ? കുറച്ച് പൈസ ഉണ്ടാക്കാനാണോ? മോനെ, മോളെ, നല്ലപോലെ പഠിക്കേ. ദൈവം നിന്നെ ആക്കുന്ന സ്ഥാനത്ത് നിന്നെ കാണുന്നവർ സർവശക്തനെ കണ്ടാ മതി. പൈസയല്ല വിഷയം. നിന്റെ നടപ്പ്, നിന്റെ ജീവിതം മറ്റവർ കാണുമ്പോൾ അവരുടെ വായിന്ന് വരേണ്ടിയ വാക്ക് ആഹാ, ഹാ, ഈ ചെറുപ്പക്കാരനെ ഒന്ന് നോക്കിക്കേ, ഇവന്റെ ചിന്തിക്കുന്ന രീതി ഒന്ന് നോക്കിക്കേ, ഇവന്റെ ഇടപെടലൊന്ന് നോക്കിക്കേ. ഇവൻ ഞങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ എത്ര സമാധാനമുണ്ട്. ഇവൻ ആര്? സർവശക്തന്റെ സ്നേഹിതനാ, സർവശക്തന്റെ ആലയമാ, ഈ സകല സൃഷ്ടിയുടെ അവകാശിയ. വാ തുറന്ന് നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിയുമോ? ആരാധിക്കാൻ കഴിയുമോ? നിർബന്ധത്താൽ ആരാധിക്കേണ്ട. നമ്മുടെ വിളിയുടെ ഗൗരവം മനസ്സിലായെങ്കിൽ മാത്രം അയോഗ്യരായ നമ്മളെ ലോകം നോക്കുമ്പോൾ നമ്മൾ ഭോഷന്മാർ. ഹല്ലേലൂയ. ഞാൻ അംബാനിയെ കണ്ടല്ല ലജ്ജിക്കേണ്ടിയത്, അംബാനി എന്നെ കണ്ടാൽ ലജ്ജിക്കേണ്ടിയത്. നിന്റെ കയ്യിൽ ധനമുണ്ട്, എൻ്റെ കയ്യിൽ എൻ്റെ കൂടെ വസിക്കുന്നവൻ സൃഷ്ടിയെ ഉണ്ടാക്കിയവനാ, ഞാൻ അവൻ്റെ സ്നേഹിതനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, കാരണം നീ എൻ്റെ സ്നേഹിതനാ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പഠിത്തമുള്ളവർ ഒരു കൈ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബിംബത്തിന്റെ മുമ്പേ നിന്ന് കരയുക. ആ ബിംബം ഒരിക്കലും സംസാരിക്കത്തില്ലല്ലോ, അതിന് കേൾക്കാൻ പോലും കഴിയത്തില്ല. പ്രാർത്ഥനയ്ക്ക് മറുപടി പോലും തരാൻ കഴിയാത്ത ബിംബത്തിന്റെ മുമ്പേ പഠിത്തമുള്ളോ നിന്ന് കരയുക. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് സംസാരിക്കുന്നവൻ ഒരു ഗുരു അല്ല, ഒരു മതത്തിന്റെ അധ്യക്ഷനല്ല, ഈ സൃഷ്ടിയെ ഉണ്ടാക്കിയവൻ. ഹല്ലേലൂയ. അബ്ബ, പിതാവേ എന്ന് വിളിക്കാനുള്ള ആ പ്രാഗൽഭ്യം ദൈവത്തിന്റെ ആത്മാവില്യം നമുക്ക് തരുന്നത്. പഠിത്തമുള്ളവൻ നമ്മളോട് ചോദിക്കുന്നേ, നീ പിതാവെ ആരെയാ വിളിക്കുന്നേ? നിന്റെ പിതാവ് ആര്? ഞങ്ങൾ ഒരു ബിംബത്തെ വെച്ച് പൂജിക്കുമ്പോൾ നീ കണ്ണടച്ച് പിതാവേ എന്ന് വിളിക്കുന്നത് ആരേ? ഹല്ലേലൂയ. എൻ്റെ പിതാവ്, എന്നെ ഉണ്ടാക്കിയവൻ, എൻ്റെ കൂടെ വസിക്കുന്നവൻ എന്നെ ഒരു നാളും കൈവിടുകയില്ലെന്ന് എൻ്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പിതാവിൻ്റെ വാക്കുകളാ എഴുതി തന്നിരിക്കുന്നത്. ഞാൻ ആ വാക്കുകൾ കേൾക്കുമ്പോൾ, ആ വാക്കുകൾ വായിക്കുമ്പോൾ, അതായി എനിക്കുള്ള ആത്മീയ ആഹാരം. ഹല്ലേലൂയ. എൻ്റെ ബാഹ്യമായ ശരീരം ക്ഷീണിക്കുമ്പോൾ എൻ്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടോണ്ടിരിക്കുക. ഹല്ലേലൂയ.
വാ തുറന്ന് ആരാധിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിർബന്ധത്താൽ വേണ്ട. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രം വാ തുറന്ന് ആ ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? ഹല്ലേലൂയ. എത്ര ആരാധിച്ചാലും പോരാ. ഹല്ലേലൂയ. എന്റെ പ്രശ്നം ഏതായിക്കോട്ടെ, എന്റെ സാഹചര്യം ഏതായിക്കോട്ടെ, എന്നെ ഒരുവൻ വിളിച്ചതാ, എന്നെ തെരഞ്ഞെടുത്തതാ. കരഞ്ഞോണ്ട് ഭാരപ്പെട്ടുകൊണ്ട് നീരിക്കൊണ്ട് നടക്കാനല്ല. എന്റെ നടപ്പ് കാണുമ്പോൾ ലോകം പറയണം, ആഹാ, ഇങ്ങനാണോ നടക്കേണ്ടത്? ഇവൻ ദൈവത്തിന്റെ സ്നേഹിതനാ. ഹല്ലേലൂയ. സ്തോത്രം. പിള്ളേരും പ്രാർത്ഥിക്കേണ്ടത്, യവനക്കാർ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ നിന്റെ ഹിതം മതി. പഠിക്കാനുള്ള ആവശ്യമായ ജ്ഞാനം നീ തരണം. അത് പൈസ ഉണ്ടാക്കാനല്ല. നീ എന്നെ എവിടെയാക്കിയാലും എനിക്കുള്ള ഈ ആയുസ് പൈസ ഉണ്ടാക്കാനല്ല, നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ. നീ എന്നെ എവിടെയാക്കിയാലും, ഏത് മേഖലയിലാക്കിയാലും, എന്നെ കാണുന്നവൻ നിന്റെ തേജസ് കണ്ടാ മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ആദ്യത്തെ സെഷൻ നമ്മൾ ഇവിടെ നിർത്തുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം, എൻ്റെ വിളിയും എൻ്റെ തെരഞ്ഞെടുപ്പ്, അതിനെ ഓർക്കുവാനും ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വിഷയങ്ങൾ ഏതായിക്കോട്ടെ, 2026 നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ ആദ്യത്തെ സെഷൻ, എൻ്റെ വിളി, എന്നെക്കാട്ടും ജ്ഞാനമുള്ളവർ, ബലവാന്മാര്, കുലീനന്മാരുള്ള സമയത്ത് ദൈവത്തിന്റെ ആ സ്നേഹം, അയോഗ്യരായ എന്നെ അവൻ വിളിച്ചു. സ്വർഗം ആഗ്രഹിക്കുന്ന ഒറ്റ ഒരു വിഷയം, എന്നെ കാണുന്നവൻ എന്നെ സൃഷ്ടിച്ചവന്റെ ആ തേജസ് ഒന്ന് കണ്ടാ മതി. ഹല്ലേലൂയ. ഞാൻ എന്തിനാ ഭാരപ്പെടുന്നേ? ഞാൻ എന്തിനാ വ്യാകുലപ്പെടുന്നത്? എൻ്റെ കൂടെ ഒരുവൻ വസിക്കുന്നുണ്ട്. ഞാൻ അവന്റെ പുത്രനാ. അവൻ എന്നെ പേര് ചൊല്ലി വിളിച്ചതാ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. നിന്റെ സാന്നിധ്യത്താൽ നീ ഞങ്ങളെ അനുഗ്രഹിച്ചേക്കുന്നതിനായി സ്തോത്രം. നിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുസ് നിന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഇനിയും ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ നീ കാണിച്ചു തരണമേ. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.